മാഷ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു വഷളൻ വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തികെട്ട വാർത്താ സംസ്കാരത്തിൽ പോലും പലപ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു വാർത്ത എന്ന് വേണം പറയാം. പക്ഷേ ഇന്ന് ആ വാർത്ത ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സ്വന്തം പാർട്ടിയുടെ മുൻ MP-യുടെ മകൾ ഉൾപ്പെടെ, ഒരു മുതിർന്ന നേതാവിൻ്റെ മകൾ ഉൾപ്പെടെ 8 പേര് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ട്രാൻസ്ജെൻഡറും. അപ്പോൾ ഇത്രയും ആൾക്കാർ പരാതിയായിട്ട് മുന്നോട്ട് വന്നൊരു വിഷയത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന വടകര MP ആയിട്ടുള്ള ഷാഫി പറമ്പിൽ മാധ്യമങ്ങളുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യം, ഇത് അത്ര ഗൗരവമുള്ള വിഷയമാണോ എന്നാണ്. പിന്നെ ഏതാണ് മാഷേ ഗൗരവമുള്ളൊരു വിഷയം? അല്ല, ഇവർ എന്തിനെയാണ് ഗൗരവമുള്ള വിഷയമായിട്ട് കണക്കാക്കി? രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു ധാർമ്മികത, ഒരു സദാചാര മൂല്യം, അതെല്ലാം എല്ലാവരും പുലർത്തണം എന്ന് എല്ലാവരും പറയുകയും അത് ലംഘിക്കപ്പെടുന്ന സമയത്ത് ഇത് ഇത്ര ഗൗരവമുള്ള വിഷയമാണോ എന്ന് ചോദിക്കുന്നത് നമ്മളെ നാണം കെടുത്തുകയോ അപഹസിക്കുകയോ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഞാൻ ഒളിച്ചോടി എന്നെല്ലാം പറഞ്ഞ് മാധ്യമങ്ങൾ പോസ്റ്റ് ഇടുന്നു എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ അഭിസംബോധന ചെയ്യാനായിട്ടുള്ള ഒരു ചങ്കുറപ്പ് സാധാരണ രീതിയിൽ നമ്മൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അവർക്കത് ഉണ്ടാകണം. അവർക്ക് അനുകൂലിച്ചും എതിരായിട്ട് സംസാരിക്കാമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചോരയ്ക്ക് വേണ്ടി ആരും മുറവിളി കൂട്ടേണ്ടതില്ല എന്ന് വേണേൽ ഷാഫിക്ക് പറയാം. അങ്ങനെ പറയുന്നതിലൊന്നും നമ്മൾ അദ്ദേഹത്തെ തടയുന്നില്ലല്ലോ. പക്ഷെ അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ വീണ്ടും വീണ്ടും ഷാഫി എന്താണ് ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഗൗരവ ഒരു വിഷയമല്ലാത്തതിൻ്റെ പേരിലാണ് സംസാരിക്കാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയായിരിക്കാം, അദ്ദേഹത്തിന് അത് ഗൗരവമുള്ള വിഷയമല്ലായിരിക്കാം. പക്ഷെ അത് സ്വന്തം പെങ്ങളുടെ കാര്യം വരും സമയത്ത് അത് ഗൗരവമില്ലാത്തതാണെന്ന് പറയും അദ്ദേഹം. എന്തുകൊണ്ടും അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്? സ്വന്തം കുടുംബത്തിലോ സ്വന്തം പെങ്ങളുടെ കാര്യത്തിലോ വരുമ്പോഴാണ് അത് ഗൗരവമാണോ ഇല്ലയെന്ന് അവർക്ക് പറയേണ്ടി വരുന്നത്. പക്ഷേ ഇത് ആ സമയത്ത് ഗൗരവമാണ് പറയും. ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് എടുത്തു പറയണം. ഇത് ഗൗരവമുള്ള വിഷയമാണെന്ന് നമ്മൾ എടുത്തു പറയാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദറാണ് ഷാഫി പറമ്പിൽ. അതായത് എനിക്ക് ശേഷം പ്രളയമല്ല, എനിക്ക് ശേഷം രാഹുൽ എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിൽ പോകുന്ന അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വഹിച്ച സ്ഥാനങ്ങളിലെല്ലാം കൊണ്ടേയിരുത്തുന്നതാണ് രാഹുലിനെ. അതുകൊണ്ട് തന്നെ ഇവരുടെ പാർട്ടിക്കകത്തുള്ള ചില വനിതകൾ പരാതി ഉന്നയിച്ചത് ഷാഫി പറമ്പിലിൻ്റെ അടുത്താണ്. ഷാഫി പറമ്പിൽ നേരത്തെ ആണെങ്കിൽ കോൺഗ്രസ്സിൽ വലിയ ഭാരവാഹിത്വമൊന്നുമില്ല, ഞാൻ ഒരു MLA അല്ലെങ്കിൽ ഇപ്പോൾ ഒരു MP. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഷാഫി KPCCയുടെ വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളോട് പരാതി പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അത് ഗൗരവമുള്ള വിഷയമായതുകൊണ്ടായിരിക്കില്ല ഒരു പക്ഷേ അത് മൈൻഡ് ചെയ്യാറുണ്ടാവുക. അല്ല, ഗൗരവമുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ നമ്മുടെ സമൂഹത്തിനകത്ത് ഓരോരോ കാര്യങ്ങളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അതെ. അപ്പോൾ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ചിലതിന് ഗൗരവമുണ്ടെന്നും ചിലതിന് ഗൗരവമില്ലെന്നും നമുക്ക് തോന്നുന്നത് നമ്മളതിനെ എങ്ങനെയാണ് സമീപിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനം. തീർച്ചയായിട്ടും ഏത് വിഷയത്തിലും അങ്ങനെ, ഏത് വിഷയത്തിൻ്റെയും സ്ഥിതി അത് തന്നെ. ഈ വിഷയം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് കൂടുതൽ താല്പര്യമുള്ളതാണ്. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്നവർ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടരുത് എന്നത് സമൂഹത്തിൻ്റെ നല്ല ഉപദേശമാണ്. ചീത്തയായിട്ട് നമ്മൾ ഒന്നും പറയുന്നില്ല, നമ്മൾ ചീത്തയായിട്ടല്ല ഈ ആളുകളെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ ആകാമോ എന്ന് ചോദിക്കുന്നത് ഒരു സാമാന്യമായ ഒരു ചോദ്യമായിട്ടല്ലേ കണക്കാക്കേണ്ടതുള്ളൂ. അതിൽ ഗൗരവം വളരെ കൂടുതൽ തന്നെയുണ്ട്. കാരണം ഇതൊരു സദാചാര പ്രശ്നം തന്നെയാണ്. നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് സദാചാര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കണം, സംസ്കാര സമ്പന്നരായിരിക്കണം, അന്തസ്സോടുകൂടി സംസാരിക്കുന്നവരായിരിക്കണം. നമ്മൾ MM മണിക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് നമുക്ക് അസ്വീകാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഐസ്ക്രീം പാർലർ കേസ് പരന്നൊഴുകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറച്ച കോട്ടയിൽ അദ്ദേഹം തോറ്റു. മുസ്ലിങ്ങൾ നിരന്ന് വോട്ട് ചെയ്യാണ്, മുസ്ലിം സ്ത്രീകൾ തന്നെ നിരന്ന് വോട്ട് ചെയ്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തോൽപ്പിക്കുകയാണ് ചെയ്ത്. മുകേഷ് എന്ന് പറയുന്നതായിട്ട് സിനിമാ നടൻ ഇനി എവിടെയെങ്കിലും നിന്നാൽ, ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ആളുകൾ എന്ത് ചെയ്യും? ആകാശത്തേക്ക് അയാൾ പൊട്ടിച്ച്
വലിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളാകാം ചിലപ്പോൾ, അല്ലെങ്കിൽ ശരിക്കും സംഭവിച്ച കാര്യങ്ങളാകാം, ആരോപണങ്ങളാവട്ടെ ആരോപണങ്ങളല്ലാത്തതാകട്ടെ, അത്തരം സങ്കീർണമായിട്ടുള്ള അവസ്ഥയിൽ അവരെത്തപ്പെട്ടാൽ അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ സത്യസന്ധനാണ് ഇക്കാര്യത്തിൽ. ഞാൻ ഒരു സദാചാര വിരുദ്ധ പ്രവർത്തനവും ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല, ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊക്കെ പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അവർക്ക് മാത്രമല്ല, അവരുടെ ഗോഡ് ഫാദേഴ്സിനുണ്ട്. ആ ഗോഡ് ഫാദർ ചുമതല നിർവഹിക്കാനായിട്ട് ഷാഫി തയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ കണ്ടിട്ട് റോഡിൽ പല സ്ഥലത്തും കുണ്ടും കുഴിയുമാണ്, ഞാൻ അതിനെതിരെ സമരം ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അതാണ് ഗൗരവമുള്ള വിഷയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു വിഷയമല്ല എന്ന് അദ്ദേഹം നമ്മളെ നോക്കി പരിഹസിക്കുന്നു. അതാണ് സംഭവം. മാഷിപ്പ് ചോദിച്ചില്ലേ സ്വന്തം കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി എന്നുള്ളത്. പക്ഷേ അവരോടൊപ്പം 24 മണിക്കൂറെന്നും പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു 1-2 വനിതകളാണ് പരാതി കൊടുത്തത് ഷാഫിയുടെ അടുത്ത്. അത് സ്വന്തം കുടുംബം പോലെ കരുതേണ്ടത് തന്നെയല്ലേ? അവർ സ്വന്തം കുടുംബാംഗങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതെയാ, മനസ്സിലായി. ഞാൻ പറയുന്നത് സ്വന്തം കുടുംബാംഗങ്ങളല്ലെങ്കിലും ആണെങ്കിലും ഒക്കെ സ്വന്തം കുടുംബം എന്ന് കരുതാൻ രക്തത്തിൽ കുറക്കണമെന്നില്ലല്ലോ. നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മളൊരു കുടുംബമല്ലേ? അതെ. അതുപോലെ തന്നെ സ്വന്തം പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തപ്പെട്ട വനിതകള് സ്വന്തം എന്താ പറയാ 24 മണിക്കൂർ പോലെ ഒരുമിച്ച് പ്രവർത്തിക്കും. അത് ഒരാൾ മാത്രമല്ല, പലരും പരാതി കൊടുക്കുന്നു. അത് അതിൻ്റെ ഒരു ശൃംഖല തന്നെ ഉണ്ടാവുന്നു. അപ്പോൾ എന്തായാലും അത്ര മോശമായ കാര്യമാണ് എന്ന് കണക്കാക്കേണ്ടതാണല്ലോ. മാത്രമല്ല, ഇതെല്ലാം സ്വന്തം പാർട്ടിക്ക് എങ്ങനെയാണ് പരിക്കേൽപ്പിക്കുന്നതെന്ന് ഒരു രാഷ്ട്രീയ നേതാവ് ചിന്തിക്കുമല്ലോ. ഇത് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എവിടെയാണ്? പൊതുസമൂഹത്തിന് മുന്നിലാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എതിരാളികൾ ഇന്ന രീതിയിലൊക്കെ മോശക്കാരാണ്, അവരെക്കാൾ മികച്ചവരാണ് തങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു കമ്പാരിസൺ നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു വര വരച്ചു, അതിനടുത്ത് അതിനേക്കാൾ വലിയ വര വരക്കുമ്പോഴാണ് അത് വലിയ വരയും ഇത് ചെറിയ വരയായിട്ട് മാറും. ഈ താരതമ്യം എന്ന് പറയുന്നത് സജീവമായി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമുണ്ട്. അത് രാഷ്ട്രീയത്തിലുണ്ട്, രാഷ്ട്രീയമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലൈംഗികമായ പ്രശ്നങ്ങളിലുണ്ട്, ലൈംഗിക അപവാദങ്ങളിലുണ്ട്, വൈകൃതങ്ങളിലുണ്ട്. അതൊക്കെ പരിഹരിക്കണം, അതിനൊക്കെ ഉത്തരം കിട്ടണം. നേതൃത്വം അതുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന നിലക്ക് സംസാരിക്കാനായിട്ട് കഴിയുന്ന കരുത്തുണ്ടാവണം. അതില്ലാതെ വരുമ്പോഴാണ് മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളെല്ലാം ഇന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഷാഫി മാധ്യമങ്ങളെ കാണുമ്പോൾ എന്താണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ടാവും എന്നാണ്. ഒരു ഉത്തരവുണ്ടായില്ല എന്ന് മാത്രമല്ല, ആ വിഷയത്തിൻ്റെ ഗൗരവമായി നടക്കുന്നതായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എന്ത് നിസ്സാരമായ വിഷയം, ഇതിനെന്തിനാ എത്ര വലിയ ഗൗരവം കൊടുക്കുന്നത് എന്ന് ചോദിക്കാൻ ഒരു ഉത്തരം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നല്ല ഉത്തരങ്ങൾ പറഞ്ഞാൽ നല്ലതുമായിരുന്നു. അതിന് പകരം ഇതിന് ഗൗരവമില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ മൊത്തമായിട്ടുള്ള ഒരു ധാർമ്മിക മണ്ഡലത്തിൻ്റെ നേരെ എന്താണ് ചുട്ടിയെ കടിക്കുന്ന ഒരു പരിപാടിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സംസാരിക്കുന്നതാണ്. അതിന് ഗൗരവമുണ്ട് എന്ന് നമ്മൾ സമൂഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഗൗരവത്തെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു കഴിവും ഷാഫി കാണിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ്റെ നിലപാടും കൂടെ നമുക്ക് പറയണം. ആദ്യഘട്ടത്തിലൊക്കെ വി ഡി സതീശനെ അന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ഈ ഒരു 2 ആഴ്ച മുമ്പല്ലേ നമ്മൾ ഈ വിഷയം ആദ്യം സംസാരിക്കുന്നത്. ആ സമയത്തൊക്കെ ഈ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് വി ഡി സതീശൻ പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രം പരാതികൾ ഉണ്ടാവുന്നു. 1 അല്ല 2 എന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പോഴും വി ഡി സതീശൻ അവസാനം പ്രതികരിക്കേണ്ടി വന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും, നാണക്കേടാകും, അടുത്ത ഭരണം കിട്ടാനുള്ള സാധ്യത ഇല്ലാതാകും എന്ന് മനസ്സിലായ ഘട്ടത്തിലല്ലേ വി ഡി സതീശൻ പ്രതികരണമായിട്ട് വന്നത്. അല്ല, വി ഡി സതീശൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം ആവശ്യമാണെങ്കിൽ ശക്തമായി നടപടിയെടുക്കും എന്നുള്ളതൊക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആവശ്യമാണെങ്കിൽ അതെല്ലാം അങ്ങനെയാണ്. ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാരെയാണ് ബാധിക്കുന്നത്? ഇത് ബാധിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ നല്ലത് ബാധിക്കും. പിന്നെ കോൺഗ്രസ് പ്രവർത്തകരെ ബാധിക്കുന്ന വെച്ചാൽ ഈ കുറേയധികം പരാതികളായിട്ട് വന്നല്ലോ, അവർക്കൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ, അതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ മറ്റുള്ളവർക്കുണ്ട് എന്നായിരിക്കും അവർ പറയാനായിട്ട് പോകുന്നത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സംഘടനാപരമായിട്ടുള്ളൊരു പ്രശ്നം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. സാമൂഹ്യ പ്രശ്നത്തിൻ്റെ പേരിലാണ് ബാക്കി എല്ലാവരും എടുത്ത് ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ പ്രശ്നമാണ്. കോൺഗ്രസിൻ്റെ മുഖത്താണ് യഥാർത്ഥത്തിൽ നിഴൽ വീണിരിക്കുന്നത്. കരിനിഴൽ പോലെ അത് കോൺഗ്രസിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. വി ഡി സതീശൻ അതിൽ വളരെ ആകുലനായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എന്താണ്, ഈ അധികാരം
തളികയിൽ ഒഴുകിയെത്താൻ പോകുന്ന മുഹൂർത്തത്തിൽ അതിനെ തട്ടിത്തെറിപ്പിക്കുന്ന ഒന്നായിട്ട് ഈ പ്രവൃത്തികൾ മാറുമോ എന്ന് അദ്ദേഹം വല്ലാതെ കുണ്ഠിതപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സത്യാവസ്ഥ മാത്രമല്ല പ്രശ്നം, അധികാരത്തിൻ്റെ കൂടി പ്രശ്നമാണ്. ഇത് അധികാരത്തെ ബാധിക്കുന്നതാണെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് നേതൃത്വം എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അധികാരത്തെ ബാധിക്കുന്നതല്ല എങ്കിൽ അവരത് വിഴുങ്ങുന്നതിനും യാതൊരു വിധമായിട്ടുള്ള വ്യൂഹതയും കാണിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുകേഷിൻ്റെ കാര്യം അങ്ങനെയാണ്. സാധാരണ രീതിയിൽ മുകേഷിനെ രാജിവെപ്പിക്കുമായിരുന്നു CPM. പക്ഷേ രാജിവെപ്പിക്കാതിരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവർ ശ്വാസം മുട്ടിയത് അയാളെ രാജിവെപ്പിച്ച് പിന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ആ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും CPM എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. പിന്നെ അതിങ്ങനെ പോയി പരിവപ്പെടുകയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരും ചിലപ്പോൾ മറന്നേക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇവർ ജീവിക്കുന്നത്.